ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബിൽഡിംഗ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ക്യൂസ്കീം, അതായത് ടെമ്പററി കണക്ഷനും കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഓൾറെഡി ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ബിൽഡിങ്ങിൽ എടുത്തിരിക്കുന്ന ഓൾറെഡി ഒരു ടെമ്പററി കണക്ഷനാണ്. ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾ അതിനൊന്ന്. ഇത് മീറ്ററാണ് വന്നിരിക്കുന്നത്. മീറ്റർ ജസ്റ്റ് വന്നിരിക്കുന്നു, മീറ്ററിലേക്ക് കണക്ഷൻ വന്നിരിക്കുന്നു. അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. മീറ്ററിലേക്ക് ഫേസ് ന്യൂട്രും ഡയറക്റ്റായിട്ട് സിംഗിൾ ഫേസ് കണക്ഷനാണ് വരുന്നത്. അതിനുശേഷം ഡയറക്റ്റായിട്ട് നേരെ വരുന്നത് ഫ്യൂസ് യൂണിറ്റിലേക്കാണ് വരുന്നത്. മീറ്ററിൽ നിന്ന് ഡയറക്റ്റായിട്ട് 32 ആംസിൻ്റെ 230 വോൾട്ട് ഫ്യൂസ് യൂണിറ്റിലേക്കാണ് വരുന്നത്. അതിനുശേഷം ആ ഫ്യൂസ് യൂണിറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫ്യൂസിൻ്റെലേക്ക് ഫേസ് മാത്രമേ വരുന്നുള്ളൂ. ന്യൂട്രൽ ഡയറക്റ്റായിട്ട് ഐസൊലേറ്ററിലേക്ക് പോകും. ഐസൊലേറ്ററിലേക്ക് ഫ്യൂസ് വഴി ഐസൊലേറ്ററിലേക്ക് വന്നു. ഐസൊലേറ്ററിൻ്റെ ഔട്ട് ELCBയിലേക്ക് വന്നു. അതായത് സിംഗിൾ ഫേസ് ELCBയിലേക്ക് വന്നു, അല്ലെങ്കിൽ ആസിഡ് CBയിലേക്കാണ് കൊടുക്കുന്നത്. അതിനുശേഷം നേരെ വരുന്നത് പവർ യൂണിറ്റുകളിലേക്കാണ്. നമുക്ക് എവിടേക്കാണോ ആവശ്യമുള്ളത് അതിൽ പവർ സെക്ഷനിലേക്കാണ് വരുന്നത്. ഇതിപ്പോൾ ഓൾറെഡി പവറിൻ്റെ, അതായത് പ്ലഗ് സോക്കറ്റുകൾ ഒരുപാട് ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അവിടേക്കാണ് വന്ന് കൊടുക്കുന്നത്. അതിനായത് പവർ പ്ലഗ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാ നോർമൽ 6 ആംസിൻ്റെ പ്ലഗ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് എക്സ്ട്രാ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് പവർ പ്ലഗ് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 6 ആംസിൻ്റെ പ്ലഗ് വരുന്നുണ്ട്. പിന്നെ ഒരു മോട്ടറിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു DP സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സബ്മേഴ്സിബിളിൻ്റെ പമ്പാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബോർവെല്ലിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പമ്പാണ് കൊടുത്തിരിക്കുന്നത്, ബോർവെല്ലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബോർവെല്ലിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ ആണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ ലൈൻ വോൾട്ടേജ് 215 വോൾട്ടേജാണുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു കാലത്ത് ഏകദേശം ഒരു ടൈം ആയതുകൊണ്ടാണ് 215 വോൾട്ട്, ഒരു ഉച്ച ടൈം ആയതുകൊണ്ടാണ് ഇത്രയും 215 വോൾട്ട് കാണിക്കുന്നത്. അതായത് മാക്സിമം ഉപയോഗിക്കുന്ന ടൈമാണ്. ഇൻഡസ്ട്രിയൽ ഏരിയ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇൻഡസ്ട്രിയൽ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നന്നായിട്ട് വോൾട്ടേജ് യൂസ് ചെയ്യുന്ന സമയത്തുകൊണ്ട് ഇത്രയും വോൾട്ടേജ് കാണിക്കുന്നത്. നൈറ്റ് ആവുന്ന സമയത്ത് ഇതിൽ കൂടുതലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ DP സ്വിച്ച് നേരെ അതിലേക്കാണ് കൊടുക്കുന്നത്. DP സ്വിച്ച് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഫേസ് ന്യൂട്രൽ കട്ടാവുന്ന രീതിയിൽ വന്നതിന് ശേഷം നേരിട്ട് കണ്ടോ, അതാണ് DP സ്വിച്ച്. മോട്ടറിന് വേണ്ടി സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്ന സ്വിച്ചാണ്. ആ സ്വിച്ച് നമ്മൾ ഡയറക്റ്റ് കൊടുത്ത് നേരെ വരുന്നത് നമ്മുടെ ഇതിലേക്ക് നേരെ വരുന്നത് DP സ്വിച്ചിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മുടെ മോട്ടറിൻ്റെ സെക്ഷനിലേക്കാണ് വരുന്നത്. മോട്ടറിൻ്റെ ബോർവെല്ലിൻ്റെ മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ബോർവെല്ലിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓൺ ഓഫ് ബട്ടണും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു പച്ച ബട്ടണും റെഡ് ബട്ടണും ഉണ്ട്. നിങ്ങൾക്ക് കിയോസ്കി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ബിൽഡിങ്ങിലേക്ക് ആവശ്യമായ അത്യാവശ്യ കണക്ഷൻസ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്, അത്യാവശ്യം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുപയോഗിക്കുന്ന കണക്ഷൻസാണ് നമ്മൾ അത്യാവശ്യം വേണ്ടത് ഉപയോഗിക്കുന്ന രീതിയിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കിയോസ്കി വെച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണക്ഷൻ ഇപ്പോൾ ഓൾറെഡി എടുത്തിരിക്കുന്നത്. അതിൻ്റെ കിയോസ്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.